നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെസ്റ്റ് ബംഗാളിൽ BJP തൂത്തുവാരിയിരിക്കുകയാണ്. അവിടെ വിജയാഘോഷമൊക്കെ ഇപ്പോഴും നടന്നിരിക്കുകയാണ്. ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ ചിലയിടത്ത് അവിടെ വിജയാഘോഷം നടക്കുമ്പോൾ പലയിടത്തും അക്രമവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം കേന്ദ്രസേനയാണ് അമിത്ഷാ തെരഞ്ഞെടുപ്പിന് മുൻപായി ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവിടെ വിന്യസിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോളിംഗ് ഒക്കെ തന്നെ നടന്നത്. ഇനിയിപ്പോൾ അടുത്തത് എങ്ങനെ ഭരണം കൊണ്ടുപോകുന്ന വേളയിലൊക്കെ ഈ TMC വിഭാഗം പല പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ അതൊക്കെ വലിയ രീതിയിൽ പശ്ചിമ ബംഗാളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും 15 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ബാസ്റ്റിൻ ബസാർ ദുർഗാ ക്ഷേത്രം വീണ്ടും തുറന്നതാണ് വാർത്തയാകുന്നത്. എന്തുകൊണ്ട് ഒരു ക്ഷേത്രം തുറന്നത് ഇത്ര വലിയ വാർത്തയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു മമത സർക്കാർ വന്നതിന് ശേഷം അടച്ചിട്ട ക്ഷേത്രമാണ് അവിടെ തുറന്നിരിക്കുന്നത്. അത് ഭക്തരെ സംബന്ധിച്ചും വലിയൊരു ആഘോഷ നിമിഷമായിരുന്നു. ഇന്ത്യയിൽ ഭക്തർക്കിടയിൽ ആഴത്തിലുള്ള പ്രാധാന്യം പുലർത്തുന്ന വിവിധ ക്ഷേത്രങ്ങളുണ്ട്. പല പുണ്യക്ഷേത്രങ്ങളും വർഷത്തിലെ ചില പ്രത്യേക സമയങ്ങളിൽ അടച്ചിടുകയും ചില മാസങ്ങളിൽ അത് വീണ്ടും തുറക്കുകയും ചെയ്യും. എന്നാൽ പശ്ചിമ ബംഗാളിൽ ഒരു ക്ഷേത്രമുണ്ട്, ബാസ്റ്റിൻ ബസാർ ദുർഗാ ക്ഷേത്രം. വർഷങ്ങളായി അടച്ചിട്ടിരുന്ന അത് ഇപ്പോൾ ഒടുവിൽ വീണ്ടും തുറന്നിരിക്കുകയാണ്. അസൻസോളിലുള്ള ബാസ്റ്റിൻ ബസാർ ദുർഗാ ക്ഷേത്രം പ്രാദേശിക സാഹചര്യങ്ങൾ കാരണമായിരുന്നു വർഷങ്ങളായി അടച്ചിട്ടിരുന്നത്. ശ്രീ ദുർഗാമാത ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്. സാധാരണയായി ദുർഗാ പൂജ, ലക്ഷ്മി പൂജ തുടങ്ങിയ ഉത്സവങ്ങളിൽ മാത്രമേ ഇത് തുറക്കൂ. എന്നിരുന്നാലും അടുത്തിടെ സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ക്ഷേത്രത്തിന്റെ വാതിലുകൾ അവിടെ വീണ്ടും തുറന്നിരിക്കുന്നു. അത് വലിയ രീതിയിൽ അവിടെയുള്ള ഭക്തർക്ക് ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ഈ പറയുന്ന അസൻസോൾ ഉൾപ്പെടുന്ന പശ്ചിം ബർധമാൻ ജില്ലയിലെ 9 നിയമസഭാ സീറ്റുകളും BJP നേടിയതിന് ശേഷമാണ് ആ ക്ഷേത്രം അവിടെ തുറന്നിരിക്കുന്നത്. ഇത് അവിടെയുള്ള പ്രദേശവാസികൾക്കിടയിൽ ഒരു ആവേശത്തിൻ്റെ അലയൊലി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ക്ഷേത്ര കവാടങ്ങൾ അവിടെ ഒടുവിൽ തുറന്നത് അത് ചരിത്രത്തിലെ തന്നെ നിർണായക നിമിഷങ്ങളിലൊന്നായി മാറി. ബാസ്റ്റിൻ ബസാർ ദുർഗാ ക്ഷേത്രം ഏകദേശം 15-17 വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. 2011 അടച്ചുപൂട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ആ ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആ ക്ഷേത്രം തുറക്കുന്ന വീഡിയോകളും ക്ഷേത്ര പരിസരത്ത് ധാരാളം ഭക്തർ തടിച്ചു കൂടുന്നതൊക്കെ തന്നെ കാണാം. ആ ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ തുറന്നപ്പോൾ പലരും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും അവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന മണികൾ മുഴക്കുകയൊക്കെ തന്നെ ചെയ്തു. ഇത് അവിടെയുള്ള പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചും അവിടെയുള്ള സമൂഹത്തെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു നിമിഷമായി അവർ അടയാളപ്പെടുത്തിയിരുന്നു. ഒരു കാലത്തും ഇനി ക്ഷേത്രം തുറക്കപ്പെടില്ല എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. അവിടെയാണ് BJP സർക്കാർ അധികാരത്തിൽ വന്ന 24 മണിക്കൂർ പിന്നിടുമ്പോൾ മമതാ സർക്കാർ അടച്ച ക്ഷേത്രം തുറക്കപ്പെട്ടിരിക്കുന്നത്. വർഷം മുഴുവൻ ക്ഷേത്രത്തിൽ ഒരു പ്രവേശനം ലഭിച്ചതിൻ്റെ സന്തോഷമാണെന്നാണ് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും വർഷങ്ങളുടെ നിയന്ത്രണങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ശേഷം സാധാരണ നിലയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് പോലെയാണ് തോന്നുന്നതെന്നും പല അവിടെയുള്ള പ്രദേശവാസികളും പ്രതികരിച്ചു. അതേസമയം തന്നെ പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൊൽക്കത്തയിൽ ബുൾഡോസർ രാഷ്ട്രീയം സജീവമാകുന്നു എന്നുള്ള ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഹോഗ് മാർക്കറ്റ് അതല്ലെങ്കിൽ ന്യൂ മാർക്കറ്റിന് സമീപമുള്ള തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രി നടന്ന ഈ സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ വ്യാപാരികളൊക്കെ തന്നെ ഭയക്കുകയും അവർ കടകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. കൊൽക്കത്തയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായ അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. TMCയുടെ ന്യൂ മാർക്കറ്റ് യൂണിയൻ ഓഫീസാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചതെന്നും ഇത് പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ വ്യാപാരികളും നാട്ടുകാരും ആശങ്കയിലായി. സംഘർഷം നിയന്ത്രിക്കാൻ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ BJP അഴിച്ചുവിടുന്ന ആക്രമണമാണിതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. സംഭവത്തിൽ BJPയെ പരിഹസിച്ച് TMC നേതാവ് മഹുവ മൊയ്ത്ര രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ന്യൂ മാർക്കറ്റ് ബംഗാളിൽ പരിവർത്തനം ആഘോഷിക്കുന്നു എന്നായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തെ പരാമർശിച്ചുകൊണ്ട് മഹുവ മൊയ്ത്ര എക്സിൽ കുറിച്ചത്. മുതിർന്ന നേതാവ് ഡെറിക് ഒബ്രെയിനും സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. പോലീസിന്റെ അനുമതിയോടെയാണ് ഈ ബുൾഡോസർ നടപടി നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വിജയാഘോഷത്തിന്റെ ഭാഗമായി മാംസ വിൽപ്പനശാലകൾ തകർക്കുകയാണെന്നും കേന്ദ്രസേന ഇത് നോക്കി നിൽക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. BJPയുടെ യഥാർത്ഥ മുഖം ലോകം കാണട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം TMC നേതാക്കളുടെ ആരോപണങ്ങൾ പ്രദേശവാസികളും ചില വ്യാപാരികളും തള്ളുകയാണ് ചെയ്തത്. കാരണം ഈ തകർക്കപ്പെട്ട കെട്ടിടം എന്ന് പറയുന്നത് അനധികൃതമായി അവിടെ കെട്ടി നിർമ്മിച്ചതാണെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഒരു വ്യാപാരിയിൽ നിന്ന്, അവിടെയുള്ള സാധാരണക്കാരനായ ഒരു വ്യാപാരിയിൽ നിന്ന് നേരത്തെ ബലം പ്രയോഗിച്ച് TMC കൈക്കലാക്കിയ സ്ഥലത്താണ് ഈ യൂണിയൻ ഓഫീസ് പണിതെന്നതും ഇവർ പറയുന്നുണ്ട്. തകർക്കപ്പെട്ടത് മാംസവിൽപ്പനശാലയല്ലെന്നും മറിച്ച് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പാർട്ടി ഓഫീസാണെന്നാണ് ഒരു വിഭാഗം നാട്ടുകാരുടെയും പക്ഷം. ഏതായാലും BJPയുടെ ഗുണ്ടായിസം എന്നാണ് TMC പക്ഷേ ഇതിനെ വിമർശിക്കുന്നത്. കൊൽക്കത്തയുടെ ഹൃദയഭാഗത്ത് BJP അക്രമം അഴിച്ചുവിടുകയാണെന്ന പ്രസ്താവനയിൽ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. BJP ഗുണ്ടകളുടെ സംഘം അഴിഞ്ഞാടുകയാണ്, ഇത് നഗ്നമായ ഗുണ്ടായിസമാണെന്നാണ് TMC പറയുന്നത്. അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നതൊക്കെ തന്നെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കേന്ദ്രസേനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊന്നും തന്നെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം തന്നെ ഇപ്പോഴും സംഘർഷ സാധ്യത അവിടെ കണക്കിലെടുത്ത് ന്യൂ മാർക്കറ്റ് പരിസരത്ത് അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ബംഗാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം BJPയുടെ ചരിത്ര വിജയം ആഘോഷിക്കാനായിട്ടാണ് എത്തിയത്. പരമ്പരാഗതമായ ബംഗാളി വേഷം ധരിച്ചാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് ബംഗാൾ ശൈലിയിൽ വെള്ള നിറത്തിലുള്ള കുർത്തയും ചുവന്ന ബോർഡറുള്ള ടസർ സിൽക്ക് ധോത്തിയും ധരിച്ചാണ് മോദി എത്തിയത്. തനി ബംഗാളി ശൈലിയിൽ ധോത്തിയുടെ ഒരറ്റം കുർത്തയുടെ പോക്കറ്റിൽ തിരികെ നിലയിലായിരുന്നു. എന്നാൽ വേദിയിലെ നടപ്പിനിടെ പോക്കറ്റിൽ നിന്നത് പുറത്തെടുത്ത് കയ്യിൽ പിടിച്ചായിരുന്നു നടപ്പ്. സംസ്ഥാനത്തിന്റെ തനത് നെയ്ത്തുകലയെ ഓർമ്മിപ്പിക്കുന്ന പരമ്പരാഗത ബൂട്ടി ഡിസൈനിലുള്ള കോട്ടൺ സ്കാർഫും അദ്ദേഹം കഴുത്തിലണിഞ്ഞിരുന്നു. വേഷവിധാനങ്ങളിലൂടെ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകാൻ ശ്രദ്ധിക്കാറുള്ള മോദിയുടെ ധോത്തി ലുക്ക് BJPയുടെ ബംഗാൾ വിജയത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമായാണ് പാർട്ടി പ്രവർത്തകർ കാണുന്നത്. 15 വർഷം നീണ്ടുനിന്ന തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് BJP ആദ്യം ബംഗാളിൽ ഭരണം പിടിക്കുന്നത്. 244-ൽ 208 സീറ്റുകളിലാണ് BJPയുടെ വിജയം. ഭരണകക്ഷിയായ തൃണമൂൽ 79 സീറ്റുകളിൽ ഒതുങ്ങി. കോൺഗ്രസ് 2ഇടത്തും CPM 1ഇടത്തും വിജയിച്ചു. ഏതായാലും ഇത്തവണ വളരെ ഒരു മമതാ ബാനർജി അടക്കം വളരെ വലിയ രീതിയിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടാണ് ബംഗാളിൽ BJP ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ ബംഗാളിലെ വികസനവും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമവും മാത്രമായിരിക്കും തങ്ങളുടെ ലക്ഷ്യമെന്നും മോദി അടക്കം മുൻപ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. അതിനിടയിൽ ഇനിയും അക്രമാസക്തമായിട്ടുള്ള പല കാര്യങ്ങളും ബംഗാളിൽ നടക്കുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. പക്ഷേ അതിനടക്കം അവിടെ 2 ലക്ഷത്തിലടക്കം കേന്ദ്രസേനയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്.